ഖുർആനകത്ത് പറയുന്നുണ്ട് ആരാണ് നരകത്തിൽ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും നരകത്തിൽ എന്നാണ് പറയുന്നത്. സ്വർഗത്തിൽ ആരെങ്കിലുമൊക്കെ പോകുമായിരിക്കും, പക്ഷെ നരകത്തിൽ എല്ലാവരും പോകുമെന്ന് ഖുർആനിൽ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട്. ഇനി അവിടെ ചെല്ല പറയേണ്ട ഈ നരകത്തിൽ പോയി കഴിഞ്ഞാൽ ഫുൾ അവിടെ ഇട്ടേക്കത്തില്ല, ഒരു 5 ബില്യൺ വർഷം കഴിഞ്ഞൊക്കെ ചിലപ്പോൾ ഒന്ന് ഇളക്കി നോക്കും എന്ന് പറയുന്നവരുണ്ട് അല്ലേ. അപ്പൊ ഈ ചില ഹദീസുകളുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട് ജൂതന്മാരുടെ ഇടയിൽ 71 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 70 എണ്ണത്തെയും നരകത്തിൽ ഇട്ടു, ഒരു ട്രൈബിനെ സ്വർഗത്തിൽ വിട്ടു. ക്രിസ്ത്യാനിറ്റികളുടെ ഇടയിൽ 72 ഉണ്ടായിരുന്നു. അതിൽ 71 എണ്ണത്തെയും നരകത്തിലിട്ടു, ഒരെണ്ണത്തെ സ്വർഗത്തിൽ വിട്ടു. അതായത് മുസ്ലിങ്ങളുടെ ഇടയിൽ 73 വിഭാഗങ്ങളുണ്ട്. അതിൽ 72 എണ്ണത്തെ നരകത്തിലിടും, ഒരെണ്ണത്തെ സ്വർഗത്തിലിടും. അങ്ങനെ ഒരു ഹദീസുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, 73 മുസ്ലിം വിഭാഗങ്ങൾ. അവരെല്ലാം ഈ പകൽപ്പട്ടിണി കിടക്കുന്നവരും സ്വന്തം മതത്തെക്കുറിച്ച് പറയുമ്പോൾ ബഹളം ഉണ്ടാക്കുന്നവരും ഒക്കെയാണ്. പക്ഷെ അതിൽ ഈ 73-ൽ 72 നരകത്തിലേക്കാണ്. ഒന്നുമില്ലെങ്കിലും സുന്നി ഷിയ 2 വിഭാഗങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്നേ പോകും. കാര്യം ഒറ്റ എണ്ണേ അവിടെ അകത്തുള്ളൂ. 72 നരകത്തിലാണ്. നമ്മളും നരകത്തില്ല. നമ്മൾ മുസ്ലിങ്ങളുമായിട്ട് ചേർന്ന് അവിടെ അടിച്ചു പൊളിക്കും. കാരണം എന്താണ്, ഈ 72 ഇനത്തിൽപ്പെട്ട മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും വിശ്വാസികളല്ലാത്തവരും എല്ലാം കൂടെ ചേർന്ന് നരകം എത്ര സുന്ദരമായ സ്ഥലം എന്ന് പണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതൊക്കെ ഈ 73-ൽ ഒന്നാകാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു. ഇതേതാണ് ഈ ട്രൈബ്, ഈ രക്ഷപ്പെടുന്ന ഒരു ട്രൈബ് ഏതാണ്? ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇതേ സമാനമായ സങ്കല്പമുണ്ട്. ക്രിസ്ത്യാനികള് കാത്തോലിക്കരുടെ വിശ്വാസം അനുസരിച്ച് പ്രൊട്ടസ്റ്റന്റുകൾ നരകത്തിലാണ്. പ്രൊട്ടസ്റ്റന്റുകളുടെ വിശ്വാസം അനുസരിച്ച് കാത്തലിക്സ് നരകത്തിലാണ്. മതത്തിലായാൽ പോരാ, ശരിയായ സഭയിൽ ചെല്ലണം. സഭാവിശ്വാസമാണ് സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചുമ്മാ ഒരു ക്രിസ്ത്യാനിയായിട്ട് കാര്യമൊന്നുമില്ല, ചുമ്മാ ഒരു മുസ്ലിമായിട്ടും കാര്യമില്ല. പാരഡൈസിലേക്ക് പോകുന്ന മുസ്ലിം എന്ന് പറയുന്നത് ഒറ്റ വണ്ടി മാത്രമേ ഉള്ളൂ. 73 വണ്ടി വരും. തെറ്റായിട്ട് കയറി കഴിഞ്ഞാൽ പോയി, മാറി കയറിക്കൂ. ഇതാണ് വിഭാഗങ്ങൾ കിടക്കുന്നുണ്ടില്ലേ. ഖുറാനിൽ നിന്ന് ഇസ്ലാം, സുന്നി, ഷിയ, ഖവാരിജ്, പിന്നെ അതിനകത്ത് നിന്ന് ഹനാഫി, ഹനബലി, മാലിക്കി, ഷാഫി, കുറേ ഉണ്ട്. എല്ലാം കൂടെ 73 ഒപ്പിക്കുമായിരിക്കും. 73 അതിനകത്ത് പറഞ്ഞുകൊണ്ട് 73 വെച്ച് ഒപ്പിക്കും. ഇനി 140 പറഞ്ഞെങ്കിൽ 140 ഒപ്പിച്ചു വെക്കും. ഇതെല്ലാം ഒപ്പമാണ്. മതസാഹിത്യം പൊതുവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ക്രിസ്തു വരുന്നു എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ പ്രവചനം എല്ലാം എടുത്തിട്ട് ക്രിസ്തുവിൻ്റെ ഓരോരോ ജീവിതത്തിലുള്ള സംഭവങ്ങളും അതുമായിട്ട് ഇങ്ങനെ ഒപ്പിച്ച് വെക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട ദൈവം എന്ന് പറയുന്ന പ്രഭാഷണത്തിൽ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണിത്. 72 വിഭാഗം, 73 എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 73 വിഭാഗത്തെ ഉണ്ടാക്കി വെക്കും. ബാക്കി വരുന്നൊക്കെ തള്ളും. പ്രൊക്രൂസ്റ്റിയൻ കട്ടിൽ പോലാണ്. അപ്പം ഇതിലേതാണ് ശരിയായിട്ടുള്ള ആളുകൾ എന്നാലോചിച്ച് നോക്കുക. ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്, ഇത് ഹദീസ് ഒന്നുമില്ല, ഖുറാനിൽ പറയുന്നുണ്ട്, there is no one among you, O humankind, ബ്രാക്കറ്റിൽ, who will not come to it. നരകത്തിൽ വരാത്ത ഒരുത്തരും ഉണ്ടാവില്ല. എല്ലാവരും നരകത്തിലാണ് എന്നാണ് പറയുന്നത്. പിന്നെ സ്ത്രീകളെല്ലാം നരകത്തിലാണ് എന്നല്ല, നരകത്തിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ് എന്ന് വേറെ സാധനമുണ്ട്. എല്ലാം കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്വർഗത്ത് പോകുന്ന ആരും ഇല്ല. സ്വർഗത്തിൽ ഇതുവരെ ആരും പോയിട്ടുമില്ല. മുഹമ്മദ് പോലും സ്വർഗത്ത് പോയിട്ടില്ല. മുഹമ്മദ് ഇങ്ങനെ സ്വർഗത്ത് പോകാനായിട്ട് ഇങ്ങനെ കാത്തു കിട്ടുകയാണ്. മുഹമ്മദിനെ സ്വർഗത്ത് വിടണമേ എന്നാണ് മുസ്ലിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പീസ് ബി അപ്പോൺ ഹിം എന്ന് പറയത്തില്ലേ. നമ്മൾ വിചാരിക്കും എന്തിനാണ് എപ്പോഴും ഓരോന്ന് മുഹമ്മദ് എഴുതിയിട്ട് പീസ് ബി അപ്പോൺ ഹിം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മുഹമ്മദിൻ്റെ ആയിട്ടില്ല, ശരിക്കും അത് മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ടില്ല. അദ്ദേഹത്തിന് ആക്കാനായിട്ട് ഇവരിങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ എങ്കിലും കടത്തി ഉടനെ. എന്തൊക്കെ രസങ്ങളാണ്. അപ്പോൾ ഒരിക്കൽ മുഹമ്മദിനോട് ചോദിച്ചു, ഒരു അബ്ബിൻ മാലിക്കിൻ്റെ ഒരു ഹദീസാണ്. The Jews split into 71 sects, one of which will be in Paradise and 70 in hell. The Christians split into 72 sects, 71 of which will be in hell and 1 in Paradise. I swear by the one whose hand is the soul of Muhammad, my nation
will split into 73 sects, one of which will be in paradise and 72 in hell. It was said. അപ്പോൾ ചോദിച്ചു, ഓ മെസ്സഞ്ചർ ഓഫ് അള്ളാ, ഹു ആർ ദാറ്റ് വൺ? രക്ഷപ്പെടുന്ന ഒന്ന് അതാരാണ്? മുഹമ്മദിനോട് ചോദിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി, ഹി സെഡ് ജമ്മ ഓർ ജമ. ജമയാണ് രക്ഷപ്പെടുന്നത്. ദ മെയിൻ ബോഡി. ജമ എന്ന് പറഞ്ഞാൽ മെയിൻ ബോഡി, ജമാഅത്ത് എന്നൊക്കെ പറയത്തില്ലേ, മെയിൻ ബോഡി, അവരായിരിക്കും രക്ഷപ്പെടുന്നത്. അപ്പോൾ അടുത്ത എൻ്റെ ചോദ്യം ഇതാണ്, ആരാണ് മെയിൻ ബോഡി? ഉത്തരമായോ ഇതിന്? ഒരു ചോദ്യത്തിന് ഒരു ഉത്തരവാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയണം, ഇന്നാരാ, അവനാണ് പ്രശ്നം. നിങ്ങളിങ്ങനെ പൊതുവായ ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദിന് തന്നെ അറിയില്ല. മുഹമ്മദ് തന്നെ പറയുന്നുണ്ട്, ഇവിടെ അവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന ഇതൊക്കെയുണ്ട്. അപ്പം ഈ ഞാൻ പറയുന്നത്, ഈ പകൽപ്പട്ടിണിയും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടുള്ള ഒരേ ഒരു കാര്യം നരകം മാത്രം. 73 72 നരകത്തിലാണ്. സ്ത്രീകളുടെ കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ ഇറ്റ്സ് എ ഫേക്ക് കോൺഫിഡൻസ് ദീസ് പീപ്പിൾ ഹാവ്. ആസ് പെർ ദെയർ സ്റ്റോറി, അവരെല്ലാം ആക്ച്വലി ദേ ബിലോങ് ടു ഹെൽ, മോസ്റ്റ് ഓഫ് ദം. 99% അങ്ങനെയാണ്. അത്ര വല്ലാത്ത അവസ്ഥയാണെന്ന് നോക്കുക. പക്ഷേ ദ പിക്ചർ ഗിവൺ ഔട്ട് വളരെ റോസി പിക്ചറാണ്. ഇത് ഇസ്ലാമിക സാഹിത്യം തന്നെ പറയുന്നതാണ്.